ഇന്റർവെല്ലിനും തുറന്നു വിടാമോ? എന്തിനാ? പോപ്കോൺ തിന്നാൻ. പോപ്കോൺ വിടുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ കഥ തന്നെ ഞാൻ സിനിമയാക്കും. ഞാൻ അടുപ്പത്ത് കഞ്ഞി ഇട്ടിട്ടുണ്ട്. ഞാൻ തൊഴിലുറപ്പിന് പോവാ. മീൻകാരൻ വരുമ്പോ മീൻ വാങ്ങിച്ച് കറി വെച്ചോണം. ആരാത്? അവസരം ചോദിച്ചു വന്ന ആളാ. ആണോ? ഞാനത് എഴുതാൻ തുടങ്ങിയപ്പോ തൊട്ടേ സാറേ എനിക്കൊരു ചെറിയൊരു വേഷം തരണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു തൊഴിലുറപ്പ് സ്ത്രീയുടെ വേഷം കൊടുത്തു. അന്നൊന്ന് റിഹേഴ്സലാ. ഇന്ന് താമരപ്പൂപ്പിന്റെ അയ്യത്താണ് ഇതിന്റെ റിഹേഴ്സൽ നടക്കുന്നത്. അപ്പോ ഈ എഴുത്തിന്റെ കൂടെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടത്തുക? ആക്ടിംഗ് വർക്ക്ഷോപ്പ് നടത്തി. ഒരു ബാലതാരം കൂടെ ഉണ്ട്. അതെവിടെ? അങ്കമ്പാടി പോയി. ഉപ്പാ കൊണ്ടുവരുമോ? എനിക്ക് മാത്രമേ തികയത്തുള്ളൂ. ഇനി കാരവാനോട് മാറ്റി കൊടുക്കണോ? എന്തുവാ മനുഷ്യ കുണു കുണാ നിന്നോണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നു? ഞാൻ പറഞ്ഞ കാര്യം വല്ലതും കേട്ടോ? ഡയലോഗ് ഞാൻ പറഞ്ഞതിന് മേളിൽ കയറ്റി കൊടുക്കുക. ഞാൻ എഴുതി കൊടുത്തതിന് മേളിൽ ഡയലോഗ് അടിക്കുക. അങ്ങനല്ല കുട്ടി പറയേണ്ടത്. എന്താ മനുഷ്യ കുണു കുണു ഗുണോ എന്ന് അടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞാലേ നമുക്ക് എഡിറ്റിംഗിൽ അടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. ലിപ് മൂവ്മെന്റ് ശരിയാവത്തില്ല. എന്റെ വായിലിരിക്കുന്ന കേക്കരുത് മുതുകാല. ഇത് കറക്റ്റാ. ഇത് എന്നും പറയുന്ന ഈ ഡയലോഗ് എപ്പോഴും പറയുന്നത്. എക്സ്ക്യൂസ് മീ, നേരത്തെ ചെയ്തിട്ടുണ്ടോ? അല്ല ഞാൻ ഈ നേരത്തെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോന്നാണ് ചോദിച്ചത്. ജൂനിയർ ആർട്ടിസ്റ്റോ? ഞാൻ ഇങ്ങേരുടെ ഭാര്യയാ. അങ്ങനെയൊക്കെയാ അവള് പറയുന്നത്. അല്ല ഞങ്ങൾ രണ്ടുകൂടെ ഒരു സിനിമ പിടിക്കാൻ പോവാണ്. എന്റെ പൊന്ന് സാറേ, ഇപ്പൊ മലയാള സിനിമ നല്ല രീതിയിൽ ഒരു ഉണർവ് ഉന്മേഷമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. 100 കോടി ക്ലബ്ബ് 200 കോടി ക്ലബിലെല്ലാം കയറി ഇപ്പൊ പാൻ ഇന്ത്യ ലെവൽ വരെ എത്തി നിൽക്കുക. അതിനിടയ്ക്ക് ഈ 2 മണുകുണാഞ്ചന്മാർ വല്ല സിനിമ പിടിച്ച് മലയാള സിനിമ എങ്ങാനും കൊന്ന വേണ്ട. പെണ്ണുങ്ങളുടെ വാക്കിന് വില വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ പൈസ വേറെവിടെയും കൊണ്ട് കളഞ്ഞോളാം. പക്ഷെ ഇയാൾ എന്തോ ചെയ്യും? ഇവിടാണ് ഒരു റിവ്യൂവർ ജനിക്കുന്നത്. മനസ്സിലായില്ല? ഇവൾ എന്നെ കുറ്റം പറഞ്ഞ പോലെ ഞാൻ മലയാള സിനിമയെ കുറ്റം പറഞ്ഞ് ജീവിക്കും. എങ്ങനെ? ഇവിടെ എൻട്രി വന്നില്ലയോ, ആ സമയത്ത് ഇച്ചിരി ക്ലീശ അനുഭവപ്പെട്ടു. പിന്നെ സാറ് വന്നില്ലയോ, കുറച്ചൊന്ന് പിടിച്ചു കേറി. അത് ശരിയാ. പക്ഷെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി അവരോട് ചോദിക്കണം.